ഹലോ ഗായ്സ്, വീട്ടിൽ വെറുതെ ചൊറിയും കുത്തി ഫ്രൈഡേ ഈവനിങ് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി സ്വന്തമായി ഒന്ന് മേക്കപ്പ് ചെയ്ത് പഠിക്കാം. കുറച്ച് നേരം ധനുഷിനെയും വർപ്പിക്കാം, വല്ല റീലും എടുക്കാം. സോ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ സിറ്റാഫലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റായ ആൾക്കാരൊന്നും ചെയ്യുന്ന മേക്കപ്പ് അല്ല, എന്നെപ്പോലെ മേക്കപ്പിൻ്റെ ABCD അറിയാത്തവർക്കുള്ള മേക്കപ്പാണ്. സോ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട ശേഷം നമ്മളൊരു ലിപ് ബാമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഒരു ഇലുമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൈമറും ഉണ്ട്, അതായത് സ്ട്രോപ്പ് ക്രീം എന്നൊക്കെ പറയില്ലേ, അത് രണ്ടും കൂടിയിട്ടുള്ളതാണത്. അതും ഫൗണ്ടേഷനും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. എൻ്റെ കയ്യിൽ ഇതിനുള്ള സാമഗ്രികളൊന്നുമില്ല ഗൈസ്, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റിലുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, എങ്ങനെ വരാതിരിക്കും? രാത്രി മൊത്തം ഫോൺ നോക്കിയിരിക്കലാണ്, ഉറക്കം വളരെ കുറവാണ്, സ്ക്രീൻ ടൈം കൂടുതലാണ്. സോ പറ്റുന്നതൊക്കെ വെച്ച് നമ്മൾ അതും കവർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ബ്ലഷ്, അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് മിക്ക പെൺപിള്ളേർക്കും, എനിക്കറിയാം. സോ ഇത് റെയർ ബ്യൂട്ടിയുടെയാണ്, ഒരു അടിപൊളി ബ്രാൻഡാണ് സെലീന ഗോമസിൻ്റെ. അതുമാത്രമാണ് എൻ്റെ കയ്യിലുള്ള ഹൈ ക്വാളിറ്റി മേക്കപ്പ് പ്രോഡക്റ്റ്. അതിട്ടതിന് ശേഷം ഞാൻ കുറച്ച് ഹൈലൈറ്റർ ആഡ് ചെയ്യുന്നുണ്ട്, കവളിൻ്റെ ചീക്ക് ബോൺസിൻ്റെ അവിടെയും പിന്നെ മുക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെറ്റിയുടെ അവിടെയും ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നൈക്കയുടെ പാലറ്റ് ഉണ്ട്, അതിൽ നിന്ന് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെയാണ് കോൺട്രിങ്ങിനും ഉണ്ട്, പിന്നെ ഐ ഷാഡോസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ട് കോൺട്രിങ്ങും ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, കാരണം മുഖം നല്ല ഉണ്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത ശേഷം കുറച്ച് ഗ്ലിറ്റർ അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ഐലൈനർ എഴുതി. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണിൻ്റെ സൈഡിൽ അത്ര ശരിയായിട്ടില്ലായിരുന്നു, പക്ഷെ നമ്മൾ ഒപ്പിച്ചെടുത്തു. പിന്നെ പിരികം ചെയ്തു. അതിനുശേഷം കയ്യിൽ നിന്ന് കണ്ടല്ലോ ലൂസ് പൗഡർ താഴെ പോയി ഗൈസ്. നമ്മളിപ്പോൾ ഈ കോമ്പാക്റ്റ് അല്ല സോറി, ഈ കണ്ണിനടിയിൽ കൺസീലർ ഇട്ട് കൊടുത്ത് മാത്രം നമ്മൾ ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഓൾമോസ്റ്റ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ 2 ലിപ് ഷെയ്ഡ്സ് എടുക്കുന്നുണ്ട്, അത് വെച്ചിട്ട് കൊടുത്തു. ഇതാദ്യം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇത്തിരി ഇവിടെ ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുക്കണം തോന്നി. പിന്നെ ഞാൻ സെറ്റിംഗ് സ്പ്രേയും കൂടി എടുക്കുകയാണ്, അപ്പോൾ നമുക്കൊരു ഗ്ലോയി ലുക്ക് കിട്ടും. പിന്നെ കുറച്ച് നേരം മേക്കപ്പ് അങ്ങനെ വേർത്താലൊന്നും പോയില്ലായിരിക്കും, അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ റെഡിയായി. സോ കണ്ടല്ലോ, ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വെറുതെ ഇങ്ങനെ എനിക്ക് എന്നെ തന്നെ സന്തോഷിപ്പിക്കാനുള്ള വഴികളാണ്. പെർഫെക്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുക. സോ വലിയ മോശമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ചെറിയ ലുക്കാണ്. അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും എൻ്റെ തലക്ക് പോലത്തെ വിദ്യകളായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.